ഗൈസ്, വെൽക്കം ബാക്ക് ടു സയൻസ് ലോഗിവേഴ്സ്. ഇന്ന് നമ്മളൊരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാൻ പോവാണ്. ഞാനല്ല കേട്ടോ, അമ്മയാണ് ഉണ്ടാക്കുന്നത്. സോ ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളം പറഞ്ഞാൽ ശർക്കരയല്ലേ? തേങ്ങാപ്പാൽ, ഇത് മെയിൻ പാല്, ഇത് രണ്ടാം പാല്. അതെന്താ രണ്ടാം പാലെന്ന് പറഞ്ഞാൽ? രണ്ടാം പാലാണ് വെള്ളം ചേർത്തത്. ഇത് തമ്പാല്, പിന്നെ ചെറുപയർ പരിപ്പ്, നെയ്യ്, പരിപ്പ് ആദ്യം കഴുകി വെച്ചിട്ടുണ്ടാവും. ആദ്യത്തെ 2 സ്റ്റെപ്സിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ടെന്നറിയാം, എന്നാലും ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കും. അതൊരു ഇത്തിരി ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റേസിൻസും കൂടി ചേർത്ത് കൊടുക്കും. റേസിൻസ് ഒന്ന് ചേർത്ത് വരുമ്പോൾ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് അതേ നെയ്യിലേക്ക് തന്നെ കഴുകി വെച്ച ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കഴുകി വെച്ചതായതുകൊണ്ട് തന്നെ അത് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒന്ന് കുത്തി ഇളക്കി ഒന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഈ ചെറുപയർ പരിപ്പ് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കുക്കർ വിസിൽ തുറക്കാനാവുമ്പോൾ നമുക്ക് കുക്കറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒറ്റ തവണയായിട്ട് ചെയ്യാതെ കുറച്ചൊഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഈ ഗ്യാപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊന്ന് പറയാം. പരിപ്പ് 1/2 ഗ്ലാസ്സാണ് എടുത്തത്. അതൊരു 100-120 ഗ്രാം പരിപ്പ് എടുത്തു. ചെറുപയർ പരിപ്പ് കേട്ടോ. പിന്നെ ശർക്കര 1/4 കിലോ എടുത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് 2 നാളികേരം മുഴുവനായിട്ട് എടുത്തു. പിന്നെ നെയ്യ് ആവശ്യത്തിനും ചേർത്ത് കൊടുത്തു. ഈ തേങ്ങാപ്പാലിൽ വേവിക്കുന്നതിന് പകരം വെള്ളത്തിൽ വേവിച്ച് വെന്ത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ ആഡ് ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് ഇളക്കി കഴിഞ്ഞു. ശേഷം ഒരു 3-4 സ്പൂണ് നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1-ാം പാൽ ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടാവണം. നന്നായിട്ട് അതൊന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. ഇത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ആദ്യം നെയ്യിൽ വറുത്ത് മാറ്റിയെടുത്ത നമ്മുടെ കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ റേസിൻസും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയാവുമ്പോഴേക്കും നമ്മുടെ ചൂടുള്ള ചെറുപയർ പരിപ്പ് പായസം റെഡി. സോ പായസം വെക്കലൊരു വലിയ പണിയാണെന്ന് പറഞ്ഞിട്ട് ഇനി ആരും ഈ പരിപാടി സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.